പിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ
അങ്ങേയറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അകാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അകാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അകാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ
ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗാധിതരായി കഴിയുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളുടെ സമൂഹങ്ങളെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, ഇവരെയെല്ലാം രോഗബാധിതരെ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് അനുഭവത്തോടെ ആത്മധൈര്യത്തോടെ പെരുമാറുവാനുള്ള അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെ, ഭരണാധികാരികളെ, ഡോക്ടർമാരെ സഹായിക്കണമേ. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അവർ കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രത്യാശയുടെ കൂടെ ഞങ്ങളും അങ്ങനെ ആശ്രയിക്കുകയും അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മനസാന്തരങ്ങളിലൂടെ അങ്ങേ പകലേക്ക് തിരികെ വരുത്തി ഞങ്ങളുടെ പ്രാർത്ഥനയും സ്വീകരിച്ച് എല്ലാ വിപത്തുകളിലും പരസ്യവ്യാധികളും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനാണ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനാണ്. പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭർത്താൽ മറയുന്നവരും അഴുക്കാരം നിലണയാ കാൽവരിയാകത്തിൻ്റെ ഓർമ്മയുവാ നിരയായി നിൽക്കാം പ്രാർത്ഥനയേറ്റു ചൊല്ലാം ഉദ്ധാരഗീതങ്ങൾ പാടാം ഒരേ സ്വരത്തിലൊന്നാം ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാം ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാം ഇതാ പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭർത്താൽ മറയുന്നവരും അഴുക്കാരം നിലണയാം കാൽവരിയാകത്തിൻ്റെ ഓർമ്മയുവാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൻ സ്നേഹമുള്ളവരെ, തിരുസഭയിൽ നിന്ന് വിശുദ്ധ അൽഫോൺസയുടെ തിരുനാൾ ആചരിക്കുകയും സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് പോലെ അമൂല്യമായ രത്നം കണ്ടെത്തുന്ന ഒരു വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം സ്വന്തമാക്കുന്നത് പോലെ തൻ്റെ ഭൗതിക ജീവിതത്തിനപ്പുറം ആത്മീയ ജീവിതത്തിന്, സ്വർഗീയ ജീവിതത്തിന് ഏറ്റവും വില കൽപ്പിക്കുകയും അതിനുവേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്ത ഒരു നാട്ടിൻപുറത്തുകാരിയെയാണ് തിരുസഭയിൽ നിന്ന് അനുസ്മരിക്കുന്നത്. നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ, നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ആ സാഹചര്യങ്ങളെ ദൈവികമായ ഇടപെടലുകളുടെ വിളനിലങ്ങളാക്കി മാറ്റുകയും ആ രത്നം സ്വന്തമാക്കുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസയെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കുക,
അവൾ ചെയ്ത ചെറിയ കാര്യങ്ങളിലൂടെ സ്വർഗം സ്വന്തമാക്കിയതുപോലെ നമ്മുടെ ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ നന്മകളിലൂടെ വലിയ അനുഭവത്തിന്റെ ദൈവാനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ദിവരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗതിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. പിതാവായ ദൈവമേ, സഹനത്തിന്റെ ജീവിതം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അനുഗ്രഹം കന്യകയായ വിശുദ്ധ അൽഫോൻസയ്ക്ക് അങ്ങ് നൽകിയല്ലോ. അനുദിനമുള്ള കുരിശ് ക്ഷമയോടെ സഹിച്ച ആ കന്യകയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്തിൽ കൂടുതൽ ഗാഢമായി പങ്കുചേരുവാനുള്ള അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് 2 സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹരോനും സമൂഹ നേതാക്കന്മാർക്കും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടെ നിന്ന് തന്നോട് കൽപ്പിച്ചവരെയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നവരെ മോശ മുഖം മറച്ചിരുന്നു. കർത്താവിന്റെ വചനം. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ സാമുവേൽ ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു.
അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെ വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിട്ട് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിട്ട് അത് വാങ്ങുന്നു. കർത്താവിന്റെ സുവിശേഷം. വേളയായിതാ മനസ്സങ്ങളിൽ പൂജയാ സ്നേഹദായികാ ജീവദായികാ സ്വീകരിക്കുമേ പൂജ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി, കാതുകൾക്കു നീ മാധുരി, കണ്ണുനീരിലും കാണുപുഞ്ചിരി, കാഴ്ച നൽകിടാഞ്ജലി, കാഴ്ച നൽകിടാഞ്ജലി. ജീവിതാംശനാവേളയായിതാ മാനസങ്ങളിൽ പൂജയാ സ്നേഹദായികാ ജീവദായികാ സ്വീകരിക്കുമേ പൂജ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും സർവശക്തനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസയുടെ സ്മരണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാഗദ്രവ്യങ്ങൾ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങേ സന്നിധിയിൽ ഭക്തി നിർഭരവും പരിശുദ്ധവുമായ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങനെ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധർക്ക് അങ്ങേ വിസ്മയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോദ്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകാണുപോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അതാഴം കഴിഞ്ഞ പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പാസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്ക് വിശ്വാസത്തോടെ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചത് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാട്ടും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതരാണ്.
കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവേ. വൈദ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ അഭിഷിക്തരായ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷ ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് പരാതി അങ്ങേ തിരുവിതത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ ആകണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പ്രകാശിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റി വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയെ ഏകം ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമ്മതങ്ങളായ ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ആനന്ദവും ആശ്വാസവും പരത്ത് നിത്യസൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. രക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ രക്തം പൂശി എപ്പോഴും ശുദ്ധീകരിച്ച് കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന. ഓ എൻ്റെ യേശുവേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങളുടെ അനുദിനമുള്ള കുരിശുമുഖം വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അങ്ങനെ അങ്ങേ പുത്രന്റെ സാദൃശ്യത്തിൽ ഞങ്ങൾ വളരുകയും ഒരു ദിവസം സ്വർഗത്തിൽ അങ്ങേ നിത്യമായി ദർശിച്ച് ആനന്ദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പൂർണ്ണമായ സമർപ്പണമാണ് ജീവിതം ആസ്വദിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അൽഫോൻസ് തന്റെ ജീവിതത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിൽ കണ്ടെത്തിയതുകൊണ്ടാണ് സഹനങ്ങൾക്കപ്പുറം തന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുവാനായിട്ട് അവളെ സഹായിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ കണ്ടെത്തേണ്ട നിധി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ ആ വലിയ നിധി കണ്ടെത്തുവാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന് അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പോരാട്ട സമയത്ത് Maranatha